വാസുദേന്ദ്ര ബാബു, BRP ഭാസ്കർ, ചിത്രകാരൻ M. രാമചന്ദ്രൻ, തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ, നിയമജ്ഞൻ ഫാലിയസ് നെലുമാൻ, കഥാകൃത്ത് TN പ്രകാശ്, സംഗീത സംവിധായകരായ KG ജയൻ, KJ ജോയ്, നടന്മാരായ TP മാധവൻ, മോഹൻരാജ്, പത്രപ്രവർത്തകൻ പാലോളി കുഞ്ഞു മുഹമ്മദ്, മാധ്യമപ്രവർത്തകൻ BC ജിജോ, NGO യൂണിയൻ അംഗങ്ങളായിരുന്ന കാസർഗോഡ് DO ഓഫീസിൽ നിന്നും വിരമിച്ച സഖാവ് K. വിജയകുമാർ, ജില്ലാ സ്റ്റേഷനറി ഓഫീസിലെ സഖാവ് രമേശൻ TV, PWD റോഡ് സബ് ഡിവിഷൻ ഓഫീസിലെ സഖാവ് ഓമന AKV എന്നിവരുടെ വേർപാടിലും വയനാട് മുണ്ടക്കൈ, ചൂരമുല്ല, വിലങ്ങാട് പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞു പോയവർ, പാലക്കാട്, ആലപ്പുഴ വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞ വിദ്യാർത്ഥികൾ, ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ, വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർ തുടങ്ങി ഈ സമ്മേളന കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാവരുടെയും വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, മുൻ കർണാടക മുഖ്യമന്ത്രി S.F. കൃഷ്ണ, ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓംപ്രകാശ് ചൌട്ടാല, മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗ്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി മനോഹർ ജോഷി, മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി TH മുസ്തഫ, ഗുജറാത്ത് വംശഹത്യയിൽ നീതിക്കായി നിലകൊണ്ട ധീരവനിത സാക്കിയ ജാഫ്രി, മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ, ഭാവഗായകൻ T. ജയചന്ദ്രൻ, കവി NK ദേശം, എഴുത്തുകാരൻ KJ ബേബി, ചരിത്ര ഗവേഷകനും പ്രഭാഷകനുമായിരുന്ന കിളികല്ലൂർ സുകുമാരൻ നായർ, സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാകുട കുമാരൻ, ഫുട്ബോൾ പരിശീലകൻ TK ചാത്തുണ്ണി, ഏഷ്യൻ ഗെയിംസ് താരം B. വിജയകുമാർ, ഫുട്ബോൾ ഇതിഹാസം ഡക്കൻ ബോവർ, വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റ, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ, വ്യാപാരി വ്യവസായ സമിതി നേതാവ് ബിന്നി ഇമ്മട്ടി, പ്രമുഖ സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ, ഗായിക ഭാവധാരിണി ഇളയരാജ, ഗാനരചയിതാവ് GK പഴത്ത്, പിന്നണി ഗായിക മച്ചാട്ട് വാസന്തി, ചലച്ചിത്ര പ്രതിഭ ശ്യാംബനകൽ, താളവിസ്മയൻ സക്കീർ ഹുസൈൻ, ഗായകൻ പങ്കജ് ഉദാസ്, ചലച്ചിത്ര സംവിധായകരായ ഹരികുമാർ, സംഗീത് ശിവൻ, കുമാർ സാനി, രാമോജി ഫിലിം സിറ്റി സ്ഥാപകൻ രാമോജി റാവു, പ്രശസ്ത നർത്തകി യാമിനി R. ചിദംബരം, അണുബോബിനെ അതിജീവിച്ച ഷിഗേമി ഹുക്കവരി, പിയാനോ വാദകൻ ഓറിസോ പോളിനി, കവി, ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്ന പ്രദേശ് നന്ദി, പ്രശസ്ത തമിഴ് നടൻ ഡാനിയൽ ബാലാജി, ഡൽഹി ഗണേഷ്, നടൻ മേളത്തൂർ മോഹനകൃഷ്ണൻ, ചലച്ചിത്ര നടിമാരായ കവിയർ പൊന്നമ്മ, കനകലത, മീന, ഗണേഷ്, ഉമാദാസ് ഗുപ്ത, നാടക നടൻ MC കട്ടപ്പന, ചലച്ചിത്ര സംവിധായകൻ U. വേണുഗോപാലൻ, മിമിക്രി നീലിമ മിത്ര, കേരള കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP രാമകൃഷ്ണൻ, കർഷക നേതാവ് അതുൽ കുമാർ രഞ്ജൻ, കേരള NGO യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി KR രാജൻ, FSCTO നേതാവ് VP വാസുദേവൻ, PSC എംപ്ലോയേഴ്സ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി K. സത്യകൻ, NGO യൂണിയൻ സ്ഥാപക നേതാവ് NP കുഞ്ഞിരാമൻ, മന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ, പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് MM ലോറൻസ്, 2002 പണിമുടക്ക് സമര നായിക സഖാവ് ജാനകി, കേരള NGO യൂണിയൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MG വിശ്വംഭരൻ, FSCTO മുൻ സംസ്ഥാന പ്രസിഡന്റും KSTA പ്രഥമ ജനറൽ സെക്രട്ടറിയുമായിരുന്ന K. ബാലകൃഷ്ണൻ നമ്പ്യാർ, NGO യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം സാബു ജോർജ്, കോട്ടയം ജില്ലാ മുൻ ട്രഷറർ NB പ്രമോദ് കുമാർ, CPIM നേതാവ് EC ബയ്യാറെഡ്ഡി. ട്രെയിനുകൾ സ്റ്റോപ്പ് അനുവദിക്കുക, മെഡിസെപ്പിൽ എംപാനൽ ചെയ്ത ആശുപത്രിയിൽ എല്ലാ വിഭാഗം രോഗങ്ങൾക്കും ആനുകൂല്യം ലഭ്യമാക്കുക, കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അണിനിരക്കുക, പാർട്ട് ടൈം കാഷ്വൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമമായ സിവിൽ സർവീസിന് അണിനിരക്കുക, കാസർഗോഡ് താലൂക്ക് കേന്ദ്രീകരിച്ച് മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുക, വനിതാ ജീവനക്കാർക്കുള്ള പാർട്ട് സൗകര്യം വർദ്ധിപ്പിക്കുക, നവകേരള സൃഷ്ടിക്കായി അണിനിരക്കുക, വിലക്കയറ്റം സൃഷ്ടിക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക, പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക. ജില്ലാ സമ്മേളനം കേരള NGO യുടെ 40ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം 2024 മാർച്ച് 9 തീയതികളിൽ നടക്കാവ് ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രാവിലെ 10 മണിക്ക് ജില്ലാ പ്രസിഡന്റ് സഖാവ് V. ശോഭ പതാക ഉയർത്തിയ സമ്മേളന നടപടികൾ ആരംഭിച്ചു. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഉത്തരേന്ത്യയിലെ ഈ പാവപ്പെട്ട കുട്ടികൾ, ആ കുട്ടികൾ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാതെ
വിദ്യാഭ്യാസത്തിന് വിടുന്നില്ല. വിദ്യാഭ്യാസം ചെയ്യിക്കാതെ ചെയ്യുന്ന പണി എന്താ? അവിടെയുള്ള ഖനികളിൽ ഇവരെ തൊഴിലിന് വിടുക, അങ്ങോട്ട് വിടുകയാണ്. അടിമ സമാനമായ വേല. കുട്ടികളാണല്ലോ, ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ പീഡിപ്പിക്കാം. ആ ഖനികളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിച്ചുകൊണ്ട് അവരെ പള്ളിക്കൂടങ്ങളിലേക്ക് എത്തിച്ച പ്രവർത്തനം നടത്തിയതിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇതാണ് ഇന്ത്യയിലെ നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ പാവപ്പെട്ട മനുഷ്യന് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് എന്തിടപെടലാണ് ഈ ഗവൺമെന്റ് നടത്തിയത്, ഈ ബഡ്ജറ്റിലൂടെ നടത്തുന്നത്? ഇന്ത്യക്കാരന്റെ ആരോഗ്യ സംരക്ഷണം എങ്ങനെ ഉറപ്പുവരുത്തും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. വിദ്യാഭ്യാസം, നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അല്ലെ, കുംഭമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായി പ്രചരിച്ചിരുന്നതാണ് അല്ലെ, ഇന്ത്യൻ മൊണാലിസ, സുന്ദരമായ കണ്ണുകളോടുകൂടിയ സുന്ദരിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നതാണ്. ആ വിൽക്കാൻ വേണ്ടി വന്ന പെൺകുട്ടിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചല്ലേ പിന്നെ നമ്മൾ ചർച്ച ചെയ്തത്. എത്ര പേര് ചർച്ച ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടന 15 വയസ്സ് വരെ പ്രായമുള്ള ഏത് കുട്ടിക്കും സാർവത്രികമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുന്നുണ്ട്. അതൊരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാതെ അങ്ങനെയാണ് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഭാഷ, വസ്ത്രരീതികൾ, ഭക്ഷണക്രമങ്ങൾ, അങ്ങനെ വ്യത്യസ്തതകളിലൂടെ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു ജനത, വ്യത്യസ്ത നിറങ്ങളിലുള്ള മുത്തുകൾ കോർത്തെടുത്ത മാല പോലെ അല്ലെ, വൈവിധ്യങ്ങളിൽ ഏകത്വം നിലനിർത്തി പോകുന്ന ഒരു ജനത. ആ ജനതയുടെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ വെല്ലുവിളി നേരിടുന്ന ഒരു ഭരണകൂടമാണ്, ഒരു സംശയവും വേണ്ട. എന്താ കാരണം? രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന നയങ്ങളുടെ ഗുണഫലം അതെന്താകട്ടെ, ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ലോകം ചർച്ച ചെയ്തു തുടങ്ങിയത് അല്ലെ. വികേന്ദ്രീകരിക്കപ്പെട്ട ആരോഗ്യ സംവിധാനത്തിന്റെ പ്രത്യേകത എന്താ? ഒരു പാരസെറ്റമോളെ വേണ്ടിവരും. ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിന് ഒരു പക്ഷേ ഒരു പാരസെറ്റമോൾ ഗുളിക മതിയാവും. ഇവർക്ക് കൃഷിക്കാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ആരോഗ്യരംഗം നിങ്ങൾ നോക്കൂ, എന്താ ആരോഗ്യരംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കോട്ട് ചെയ്തുകൊണ്ടാണ് അവര് ആ പ്രസംഗം നടത്തിയത്. എന്താ വാചകം പറയുന്നത്? ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ കേവലം അതിന്റെ ഭൗമാതിർത്തികളല്ല, മറിച്ച് ആ രാജ്യത്ത് ജീവിക്കുന്ന, ആ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ ജനങ്ങളെ കൂടി ഉൾപ്പെടുമ്പോഴേ ആ ഭൂപ്രദേശത്തിന് ഒരു രാജ്യം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ കവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടിങ് എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ധനകാര്യമന്ത്രി ഈ രാജ്യത്തെ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിവിധ മേഖലകളിലുള്ള മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ബഡ്ജറ്റാണ്, ഒരു ഇൻക്ലൂസീവ് ബഡ്ജറ്റാണ്. ഈ ഗവൺമെന്റ് ഇൻക്ലൂഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എക്സ്ക്ലൂഷൻ അല്ല. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ബഡ്ജറ്റാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാ പറഞ്ഞത്. അവരെ ഉന്മൂലനം ചെയ്യുക. 10,000-കണക്കിന് ആളുകൾ, ഏതാണ്ട് 50,000-ത്തിലധികം ആളുകൾ അവിടെ മരണപ്പെട്ടു എന്നാ പറയുന്നത്. ആ കണക്കൊന്നും ഒരു കണക്കേ അല്ല. അതൊന്നും യഥാർത്ഥത്തിൽ പുറത്തു വരുന്നേയില്ല. ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലേക്കുള്ള പുതിയ രൂപത്തിലുള്ള കയ്യേറ്റത്തിന്, പുതിയ രൂപത്തിലുള്ള ആക്രമണങ്ങളുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തെ നമ്മളൊന്നും അംഗീകരിക്കുന്നില്ല. ഏത് യുദ്ധമാണെങ്കിലും, അത് റഷ്യ ഉക്രൈൻ യുദ്ധമാണെങ്കിലും, ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? അവിടെയും പ്രശ്നം എന്താണ്? അവിടെയും പ്രശ്നം ഈ സൈനികമായിട്ടുള്ള താവളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് എന്ത് പോംവഴി,
എന്നാലോചിക്കുന്നതിന് ഒരു ഉപകരണമായിട്ട് ഉക്രൈനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ റഷ്യ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നഷ്ടമാർക്ക. ഏത് യുദ്ധമുണ്ടെങ്കിലും അതിന്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഈ രീതിയിലേക്ക് രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ബാധിക്കപ്പെടുകയാണ്. ആളുകളാണെങ്കിൽ വലിയ തോതിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ തോതിൽ പ്രയാസത്തിലാവുന്നു. ശതകോടീശ്വരന്മാരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ നോക്കൂ, 2025 ഓക്സ്ഫോമിന്റെ റിപ്പോർട്ട് പ്രകാരം ഇവരെടുക്കുന്നവരാണ്, ഉണ്ടാക്കുന്നവരല്ല. ആര്? ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്നാ പറയുന്നത്. ആരെ പറ്റിയാ പറയുന്നത്? കോർപ്പറേറ്റുകളെ പറ്റിയിട്ട്. ആ പറയുന്നതിൽ വളരെ കൃത്യമായ മറ്റൊരു സന്ദേശമുണ്ട്. എന്താണത്? ഈ പണമുണ്ടാക്കുന്ന തൊഴിലാളിക്ക് ഈ പണത്തിൽ ഒരു പങ്കുമില്ല. ഇല്ലാതാക്കുക എന്നുള്ളത് പ്രാചീനകാലം മുതലേ മനുഷ്യ രാജാക്കന്മാരുടെ ഇടയിൽ ഇത്തരം മത്സരങ്ങളുടെ ഇടയിലുണ്ട്. ആ തത്വമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേല് അവിടെ സ്വീകരിച്ചു വരുന്നത്. കുട്ടികളെ ഉന്മൂലനം ചെയ്യുക, ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ, ആവശ്യത്തിന് ഭക്ഷണം പോലും ലഭിക്കാൻ കഴിയാതെ ഭക്ഷണത്തിന് വേണ്ടി ഒരിറ്റ് വെള്ളത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇന്നുതലും തുടങ്ങിയതല്ല കേട്ടോ. ആ രാഷ്ട്രീയം നമ്മുടെ ഇതിഹാസങ്ങളിലടക്കം പറയുന്നുണ്ട്, അല്ലെ? ശ്രീകൃഷ്ണനെ കംസൻ കൊല്ലാൻ കാരണം എന്താ? കുട്ടി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്, ഒരു ബിംബമാണ്. നാളെ ഈ കുട്ടിയുടെ കയ്യിലേക്കാണ് ഈ സമൂഹം വരുന്നത്. ആശുപത്രിക്ക് മുന്നിൽ മരുന്നിന് വേണ്ടി ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികളെ, ആ കുട്ടികൾക്ക് മുകളിൽ കുട്ടികളെയും സ്ത്രീകളെയും ചികിത്സിക്കുന്ന ആശുപത്രികൾ വെല്ലുവിളി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യരെ ഉന്മൂലനം ചെയ്യുകയാണ്. നേരത്തെ മുൻപുണ്ടായിരുന്നത് എന്താ? അവർക്കെതിരായിട്ടുള്ള ശത്രുത ഉണ്ടാക്കിയെടുക്കുക, ജനങ്ങളിൽ ശത്രുത ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഇവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇരവാദം ഉന്നയിച്ചുകൊണ്ട് അവരെ ശത്രുക്കളാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക. മസ്തിഷ്ക പലായനങ്ങളിൽ, ഇത്തരം നടപടികളിൽ നിങ്ങൾ എതിർക്കേണ്ടത് വ്യക്തികളെയല്ല, തൊഴിലാളി പക്ഷത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. എന്നാൽ പോലും തങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിഭാഗം ഈ അധികാരത്തിൽ വരികയാണെങ്കിൽ വരട്ടെ എന്ന് കരുതി പുരോഗമന കാഴ്ചപ്പാടോട് കൂടിയിട്ട് ജനങ്ങൾ ആ രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. എന്നാൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താ? അവിടെ സംഭവിക്കുന്നത് വംശീയമായ രീതിയിലേക്കുള്ള എതിർപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താ? ഈ വ്യവസ്ഥയല്ല. അതാണ് മാർപ്പാപ്പ ഈ പലായനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കൽ പറയുകയുണ്ടായി. മാർപ്പാപ്പ ഒരു പുരോഹിതനാണെങ്കിലും കൃത്യമായ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചില നിലപാടുകൾ പറയുന്നത് വലിയ രീതിയിലേക്കുള്ള പ്രചോദനം ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഈ ഒരു കിടത്തിണ്ണയിൽ, വീടും നാടും ഒഴിവാക്കപ്പെട്ട് കിടത്തിണ്ണയിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു മനുഷ്യൻ മരിച്ചു വീഴുമ്പോ അത് വാർത്തയല്ലാതാവുകയും, ഓഹരിക്കമ്പോളത്തിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ വരുമ്പോ അത് വലിയ വാർത്തയാകുകയും ചെയ്യുന്നതിനോളം വലിയ ഹിംസ ഈ ലോകത്ത് മറ്റൊന്നുമില്ല. ജീവിതം പ്രതിസന്ധിയിലാകുന്നു. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണം. വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ പല മേഖലകളിലും തൊഴിലാളി പ്രക്ഷോഭങ്ങളൊക്കെ കടന്നു വരുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോവല്ല. അങ്ങനെ വരുമ്പോ ഈ പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങൾക്ക് ആ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ രണ്ട് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഒന്നെന്താ? കൃത്യമായി തൊഴിലാളി പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലേക്ക്, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നയം പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആ പാർട്ടികൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് പങ്കാളിയാകുമ്പോൾ, ആ ഇടതുപക്ഷത്തുള്ള തൊഴിലാളി പക്ഷത്തുള്ള ആളുകളെ സാമ്രാജ്യത്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അതിനൊരു വേഗത കൈവന്നിരിക്കുന്നു എന്നാണ്. ഇന്നിപ്പോ മാർപ്പാപ്പ പറഞ്ഞതായിട്ട് ഇത്തരം കുടിയൊഴിപ്പിക്കലുകൾക്കെതിരായി
ലോകമാകെ ശബ്ദിക്കേണ്ടുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മാർപ്പാപ്പ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഭീകരമായ സാഹചര്യങ്ങളിലേക്ക് ജനങ്ങളെ മൃഗതുല്യമായി പോലും കാണാൻ കഴിയാത്ത രീതിയിലേക്ക് ഭരണാധികാരികൾ മാറുകയാണ്. എങ്ങനെയാണ് മാറുന്നത്? 2024 70 രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ 70 രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ സ്വീകരിച്ച നിലപാട് 2 തരത്തിലാണ്. ജനങ്ങൾക്ക് എതിർപ്പുണ്ട്, ജനങ്ങൾക്ക് ഈ വ്യവസ്ഥയോട് എതിർപ്പുണ്ട്. എന്താ കാരണം? അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വ്യവസ്ഥയാണ്, അല്ലെ? പ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. മൂളി എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. നമ്മുടെ രാജ്യമാകെ ലജ്ജിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ലോകത്താകെ ഈ രീതിയിലേക്കുള്ള വലിയ പലായനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് അമേരിക്കയിൽ നിന്ന് മാത്രമൊന്നുമല്ല. നിങ്ങൾ നോക്കൂ, ബംഗ്ലാദേശിൽ വലിയ രീതിയിലേക്കുള്ള കലാപങ്ങൾ ഇപ്പോഴും കൂടി, ഇന്നലെ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെയൊക്കെ വലിയ രീതിയിലേക്കുള്ള കലാപങ്ങൾ ഉണ്ടാവുന്നു. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നാട് കടത്തപ്പെട്ട ഒരു പറ്റം ആളുകൾ ഇന്ത്യയിൽ വന്നിറങ്ങി. നമ്മുടെ 56 ഇഞ്ച് ഒരു പ്രവാഹത്തിന്റെ തുടക്കമാണത്. ഏതാണ്ട് 7.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാർ അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരായിട്ട് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. 2024 വരെയുള്ള ലിസ്റ്റാണത്. ആ കണക്കെടുത്തുകൊണ്ട് അതിലെ ആദ്യ ട്രിപ്പാണ് ഇന്ത്യയിലേക്ക് വന്നത്. ഇന്ത്യയിലേക്ക് മാത്രമൊന്നുമല്ല കേട്ടോ, അമേരിക്കയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ വിമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, സൈനിക വിമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുടിയേറ്റം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു ക്രിമിനൽ നിയമമൊന്നുമല്ല. ക്രിമിനൽ നിയമമുണ്ടെങ്കിലേ ഒരു കുറ്റക്കാരൻ എന്ന് കരുതിക്കൊണ്ട് അയാളെ വിലങ്ങണിയിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ പലതരം വിദ്യകൾ, പല മാജിക്കുകൾ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോവല്ല. ആ വിമാനം ഇന്ത്യയിലേക്ക് ന്യൂഡൽഹിയിൽ വന്നിറങ്ങിയാൽ അത് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ വിമാനത്തെ ആരും അറിയാതെ ഉത്തരമായി. കാരണം ഈ കാര്യങ്ങളൊക്കെ മുൻപത്തേക്കാളേറെ ഇന്ന് നമ്മുടെ സിവിൽ സർവീസും നമ്മുടെ ജീവനും ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 1973 ഐതിഹാസികമായ 54 ദിവസം നീണ്ടുനിന്ന 5 വർഷ ശമ്പള പരിഷ്കരണ തത്വം പാലിക്കുന്നതിന് വേണ്ടി, ഇടക്കാലാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി കേരള എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്കം, ആ പണിമുടക്കം കഴിഞ്ഞ് 1974 പെരിന്തൽമണ്ണയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനമാണ് ഇത്തരം റിപ്പോർട്ട്, ജനറൽ സെക്രട്ടറീസ് റിപ്പോർട്ട് എന്ന പേരിൽ ആദ്യമായി അവതരിപ്പിച്ചു തുടങ്ങിയത്. അതിനെ തുടർന്ന് എൻജിഒ യൂണിയന്റെ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഈ വിശകലനങ്ങൾ ഈ റിപ്പോർട്ട് രൂപത്തിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ, ലോകത്താകെ നടക്കുന്ന സംഭവങ്ങൾ ഈ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ്, അല്ലെ? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം
മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ.